സാമ്പത്തിക പരാധീനതകളേറെയുള്ള കുഞ്ഞുവീട്ടിലെ വലിയ പ്രതീക്ഷയായിരുന്നു മിഥുൻ. സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കാനുള്ള ശ്രമത്തിനിടെയുള്ള വേർപാട് ഉൾക്കൊള്ളാനാവാതെ വിങ്ങുകയാണ് 13കാരൻ്റെ വീട്. മിടുക്കനായ വിദ്യാർത്ഥിയുടെ വേർപാടിൽ നാടും നെഞ്ചുപൊട്ടുകയാണ്. ഇന്ന് രാവിലെ വരെ ഇവിടെ മനുഭവനത്തിൽ പ്രതീക്ഷയുടെ പുഞ്ചിരി തിളങ്ങിയിരുന്നു. ഈ വീടിപ്പോൾ കണ്ണീരിൽ കുതിരുകയാണ്. കുഞ്ഞു കുഞ്ഞു പ്രതീക്ഷകളുമായി ഒരു മാസം മുൻപാണ് മിഥുൻ പുതിയ സ്കൂളിലെത്തിയത്. ഹൈസ്കൂളായതുകൊണ്ട് മാത്രമായിരുന്നില്ല. അവിടെ NCC ഉണ്ടല്ലോ, പോകാൻ ബസ്സുമുണ്ട്. എല്ലാ ദിവസവും ബസ്സിലാണ് പോയിരുന്നത്. ഇന്ന് പക്ഷേ അച്ഛൻ മനോജ് കൊണ്ടുവിട്ടു. പോകും മുമ്പ് വിദേശത്തുള്ള അമ്മ സുനിതയോട് ഫോണിൽ സംസാരിച്ചതാണ്. ഇങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു സന്തോഷവും സ്നേഹവും നിറയുന്നിടത്താണ് അടുത്ത മണിക്കൂറുകളിൽ മരവിപ്പ് പടർന്നത്. പണിയില്ലായിരുന്നു. അപ്പൊ ഞാൻ വൈകിട്ട് നേരത്തെ വരാൻ മോനെന്നും പറഞ്ഞ് ഞാൻ പോരുന്നതാ. മോനെ അവിടെ കൊണ്ടാക്കിയിട്ടേ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. എൻ്റെ മോനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടേ പോരുന്നേ. എനിക്ക് അത്ര അറിയത്തുള്ളൂ. അവരെ ആശ്വസിപ്പിക്കാനാകാതെ നാടും നെഞ്ചുപൊട്ടുകയാണ്. 24 കൊല്ലം. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മരണത്തിൽ അനുശോചിച്ച് മുഖ്യമന്ത്രി. അപകട കാരണം സർക്കാർ വിശദമായി പരിശോധിക്കും. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുമെന്നും അനുശോചന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. മിഥുന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചു നൽകുക. 5 ലക്ഷം രൂപ മിഥുന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു.